എന്തൊരു കഷ്ടമാന്നേ. സാധാരണ ആൾക്കാർ പറഞ്ഞ മുടി അങ്ങ് പൊഴിഞ്ഞു പോവാന്ന്, ഇത് എന്റെ നേരെ വരുവാന്നല്ലോ. എന്താ പരിപാടിയാ? വന്ന് കയറുക, അതിന് മുമ്പ് പോകാൻ പറയുവാന്ന്. അയ്യോ നിന്നോടല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആരോടാ പറഞ്ഞേ? ഞാൻ എന്റെ മുടിയോട് പറഞ്ഞത്. രാധി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നല്ലോ, ലീവിന് വന്നയാ. എന്ന് തീരും ലീവ്? ഞാൻ പോകുന്നതിന് വരെയുണ്ട് ലീവ്. അപ്പൊ ആദ്യമേ പറഞ്ഞു ഇങ്ങോട്ട് ഇട്ട് ഇല്ലേ? അതെ അതെ. ഇവിടുത്തെ കൊച്ചാട്ടൻ രാഘവൻ കൊച്ചാട്ടന് പിന്നെ ഗവി ചേച്ചിയും എന്തിയേ? ഗവിയല്ലടാ, കുമിളി. ഗവി. എന്തിയെ രണ്ടുപേരും എന്തി? എടാ അച്ഛനും അമ്മയും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ വരെ പോയേക്കുവാ. തൊഴാൻ പോയാണോ? അല്ല, അമ്പലത്തിന് മുമ്പിൽ കിടക്കുന്ന ചെരുപ്പ് ഇറക്കാൻ. രണ്ടാമത്തെ ആണേ. ഞാൻ പോക്കുവേ. അല്ല നീ എന്താ ഇവിടെ? അല്ല, ഇവിടുത്തെ പൈപ്പ് കേടാ, ഒന്ന് നോക്കണമെന്ന് രാഘവൻ കൊച്ചാട്ടൻ വിളിച്ചു പറഞ്ഞായിരുന്നു. പ്ലംബിങ്ങിന് വന്നാന്നോ നീ? അല്ല, പൈപ്പ് നോക്കാൻ പിന്നെ തയ്യക്കാരൻ വരുമല്ലോ. രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലയോ? അടുത്ത ഒരെണ്ണം കൊണ്ട് ജോലി ഞാൻ പറയാം. വേണ്ട വേണ്ട, ഞാൻ ചോദിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ നിന്നെ വിളിപ്പിച്ചത് ഇവിടുത്തെ ബാത്റൂമിലെ പൈപ്പ് തുറക്കുമ്പോ അതിൽ കൂടെ മാവല വരുവാടാ. പിന്നെ 1.5 ഇഞ്ചിന്റെ പൈപ്പിനകത്തോടെ മാവ് വരുമോ സ്ത്രീയെ? രണ്ടുമായില്ലേ? അതല്ല, ആ പൈപ്പൊക്കെ ഒന്ന് മാറ്റി പുതിയത് ഇടണം. ലീവിന് മുന്നേ അത് ചെയ്ത് തരണം. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇതെല്ലാം ഞാൻ ചെയ്തോളാം. ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോ? പിന്നെ എന്റെ പുറം ചൊറിയാനെ കൊണ്ട് രണ്ടുപേരെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുമോ? അതാണോ പറഞ്ഞത്? ഈ പ്ലംബിങ്ങിന്റെ പണിയൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കുമോന്ന്? ഉമേഷേട്ടൻ വരും. പോയി കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് വന്നാ മതി. അങ്ങനെ പറഞ്ഞു. ഉന്മേഷമായിട്ട് വരാന്ന് പറഞ്ഞു. ഉന്മേഷമായിട്ടെന്നല്ല, എന്റെ കണ്ട്രാക്ക് ഉമേഷേട്ടൻ വരുമെന്ന്. ഓ, എന്നിട്ട് പുള്ളി എന്തിയേ? ഇവിടെ ഉണ്ടായിരുന്നു, ഓയിൽമെന്റ് തേച്ചപ്പോ മാഞ്ഞു. ആ ഒരു ചെറുപ്പക്കാരനെ ചിരിപ്പിക്കാൻ പാടുപെട്ടിട്ട് അവന്റെ ദേഹത്തെ പുള്ളി വരെ ഒരു ക്യാരക്ടറാക്കി കൗണ്ടർ അടിക്കുക. നിനക്ക് ഭാഷയോട്ട് ഇങ്ങനെ കൗണ്ടർ അറിയാൻ. ഏത് പുള്ളിയുടെ കാര്യം ചോദിച്ചേ? നീ ഇപ്പൊ എന്താ ഉമേഷേട്ടനോ? ഉമേഷേട്ടൻ വരും. ഉമേഷേട്ടൻ പെണ്ണ് കാണാനായിട്ട് പോയിരിക്കും, അതാ താമസിച്ചേ വരത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അയാള് പെണ്ണ് കാണുവോ കെട്ടുവോ അതൊന്നും എന്റെ വിഷയമല്ല. ഞാൻ ഇവിടെ പണിക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യസമയത്ത് വന്ന് പണി ചെയ്തിട്ട് കാശ് മേടിച്ചോണ്ട് പോകണം. ഇത് നേരെ കാലം നോക്കാതെ വരുന്നത് ശരിയല്ല ബിജു. പുള്ളി ഒരു ജീവിതം തേടി പോയതല്ലേ? ജീവിതത്തിന്റെ കാര്യം ബിജു എന്നോട് കൂടുതൽ സംസാരിക്കല്ലേ. ഞാൻ പറഞ്ഞേ ചേച്ചി, ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? ചേച്ചി എന്താ ഇത്ര നാളെ കല്യാണം കഴിക്കാത്തെ? ഇപ്പൊ എന്താ പറയാനാ, മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു, വീട്ടുകാരോട് തുറന്നു പറയാനുള്ള പേടി കാരണം പറഞ്ഞില്ല, കല്യാണം നടന്നില്ല. ഒന്നുകൂടെ വെച്ചേ, ഒറ്റ പ്രാവശ്യം വെച്ചേ. 30 സെക്കൻഡ് പോയി കിട്ടി. അതെ, ഡ്യൂറേഷൻ എടുക്കാനല്ല നിന്നെ വിളിപ്പിച്ചത്. പണി ചെയ്യാൻ വന്നെങ്കിൽ പണി ചെയ്യേ. അയ്യോ, എന്തൊരു സ്ത്രീയാണ്. അല്ല ചേട്ടാ, നിങ്ങൾ ബ്രോക്കർ ആയിരിക്കും, കാര്യം ശരി. ഇനി മേലെ എന്നെ എങ്ങും പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയില്ലേ, ഞാൻ വരുത്തില്ല നിങ്ങളുടെ കൂട്ടത്തിൽ. നിങ്ങൾക്ക് പക്കാവിടെ മുറുക്കും ഒക്കെ വേണം തന്നെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചു തരാം. എന്നെ കരിവാക്കി തിന്നാൻ വരല്ലേ? ഒരു പെണ്ണിനെ വേണ്ട എനിക്ക്, ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട. അപ്പൊ ഇന്നത്തെ പെണ്ണ് കാണലും ചീറ്റി എന്നുള്ളതാണ് ഫോൺ വിളിയുടെ സാരാംശം. എന്തുവായിരുന്നു ഇന്ന് സംഭവിച്ചത്? ആ പെണ്ണിന്റെ അച്ഛന്റെ ചൊറിയും വർത്തമാനം. എന്തുവാ? എടാ, ഈ പെണ്ണ് ചായം കണ്ട് വന്നു, എന്റെ മുഖത്ത് നോക്കാതെ അവള് കയറി എങ്ങ് പോയി. എനിക്കറിയാം അവൾ എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന്. അയ്യോ. പിന്നെ അവിടെ അനിയത്തിക്കോ ചെന്നെ തന്നെ അങ്ങ് സൂക്ഷിച്ചു നോക്കി ചിരിച്ചോടി നിൽക്കുക. ഞാൻ അവരച്ഛനോട് പറഞ്ഞു ചേട്ടത്തെ കെട്ടിച്ചേരണ്ട, അനിയത്തിയെ തരാമെന്ന്. അവരച്ഛൻ എന്നോട് പറയുവാ, ഞാൻ കാശ് കൊടുത്ത് വെച്ചേക്കുന്ന പാവയെ നിനക്ക് കല്യാണം കഴിച്ച് തരാനാന്നോ. എന്റെ പൊന്നു ഉമേഷാണ്. അതേണ്ടേ, നിങ്ങൾ ഈ വലിയ സൗന്ദര്യമൊക്കെ നോക്കി നടക്കുന്നോണ്ടാണ് ഈ പെൺപിള്ളേരെ കിട്ടാത്തത്. എവിടുന്നേലും മനസ്സിലാക്കി ഏതെങ്കിലും പാവം പിടിച്ചതിനെ കൊണ്ടുപോ, ജീവിക്ക്. എനിക്ക് പെണ്ണ് കിട്ടില്ല അങ്ങോട്ട്. എനിക്ക് പെണ്ണ് കിട്ടില്ല. പെണ്ണിനെ കണ്ടു കിടക്കുന്നോളെ പറയുന്നത് ചാമ്പറ കൊടുക്കുന്ന എനിക്ക്. എങ്ങാണ്ട് സപ്താഹം നടക്കുന്നുണ്ട്, നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ണാൻ പോണേ. വായന കേട്ടില്ലേ? സങ്കടം ഞാൻ പറഞ്ഞതാ. സങ്കടം പറഞ്ഞോ? എങ്ങാണ്ട് പണിയുടെ കാര്യമൊക്കെ പറഞ്ഞു. എന്റെ അളിയൻ ഗോവയിലല്ലേ ജോലി. പുള്ളി അവിടെ 10 ദിവസത്തെ പ്ലംബിംഗ് വർക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മളോട് ചെന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ നാട്ടിൽ ഇത്രയും പണി നടക്കുമ്പോൾ എന്തിനാണ് ഗോവയിൽ പോയി പണി ചെയ്യുന്നത്? ഗോവയിൽ പോയ പ്രയോജനമല്ലയോ? എന്താ പണിയും ചെയ്യാം, മതാമ്മമാരെയും കാണാം. അല്ല, ഈ നെയ്യപ്പം നിന്നാൽ ഗുണം രണ്ടുണ്ട്. അറിയോ? ഇവരവിടെ ആരും ഇല്ലയോടാ? ഇവിടെ ആരും ഇല്ല. എന്നാ പണി കണ്ടാ നമുക്ക് ഒരാളുണ്ട്. ആര്? പല്ലിയോ? അല്ലെന്ന്, രാഘവേട്ടന്റെ മോള് രാധിക. അതിനെന്താ കുഴപ്പം? ഒറ്റയ്ക്ക. എന്നിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പെണ്ണുങ്ങളുള്ളിടത്ത് പണിക്ക് ചെല്ലുമ്പോൾ നിന്റെ ഈ മെടപ്പങ്ങ് നിർത്തണമെന്ന്. ഞാൻ എന്താ കാണിച്ചു? എടാ, പണ്ടത്തെ വില്ലേജ് ഓഫീസറുടെ വീട്ടിൽ പണിക്ക് പോയപ്പോ കിട്ടിയത് മറന്നു പോയ നീ. അതെന്റെ ജോലിയുടെ എഫിഷ്യൻസി അവർക്ക് മനസ്സിലാവാഞ്ഞിട്ടില്ലേ? നിന്റെ എഫിഷ്യൻസി എന്താണെന്നറിയോ? അവിടെ പന്തളത്ത് പണിക്ക് ചെന്നപ്പോ വില്ലേജ് ഓഫീസറുടെ മോള് പറഞ്ഞു, ചേട്ടാ ബാത്റൂമിലെ ഷവർ വർക്ക് ആവുന്നില്ല എന്ന്. ഞാൻ ഗ്രഹപ്പണിക്ക് ഇവനോട് പറഞ്ഞു നീ പോയി നോക്കാൻ. ഇപ്പം പോയി ഷവർ റെഡിയാക്കിട്ട് ആ കൊച്ചിനോട് പറയാ ഒന്ന് കുളിച്ചാൽ ഞാൻ നോക്കട്ടെ. അത് ഷവറിൽ കൂടെ വെള്ളം വരുന്നത് നോക്കട്ടെ പറഞ്ഞു. അതേ തിരക്ക് ഞാൻ ചെല്ലുമ്പോ അവിടെ കാണുന്ന എവിടാന്നറിയാമോ? യൂറോപ്യൻ ക്ലോസറ്റിനകത്ത് അടച്ചു വെച്ചേക്കുന്ന ഇവനെ വില്ലേജ് ഓഫീസർ ചവിട്ടി കളിക്ക് കയറ്റി വെച്ചേക്കുവാ. അതിനാ വില്ലേജ് ഓഫീസർക്ക് അപ്പൊ തന്നെ പണിയും കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന്. എന്താ പണി കൊടുത്തു? ഞാൻ ഈ ചൂടുവെള്ളം തണുത്ത വെള്ളം വരുന്ന പൈപ്പിന്റെ കണക്ഷൻ തമ്മിലേ മാറ്റി കൊടുത്തു അവരുടെ ബാത്റൂമില്. വില്ലേജ് ഓഫീസർ ഇപ്പൊ ജോലിക്ക് സ്കൂട്ടറെ പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെ നിന്ന്. അതെന്താ? ഇരിക്കുന്നിടം വെന്തിരിക്കുവാ. കൃത്യസമയത്ത് വന്നില്ല, നിന്നങ്ങ് വാചകം ഓടിക്കാൻ. നീ പൈപ്പ് നോക്കിക്കേ, 2 ദിവസമായി മേടിച്ചിട്ടുണ്ട്. എന്റെ ഊട്ട അറിഞ്ഞു കാണും വേട്ടാവളയും കൂടി വെച്ചിട്ട്. ഞാൻ സമയത്തല്ലേ വന്നത്, അതുകൊണ്ടോ താമസിക്കുന്ന ആളെ പറയാനുള്ള കാര്യം ഞാൻ 6 മുഖത്ത് നോക്കിയാലും ഞാൻ പറയുന്നത്. അത് മുഖമല്ലേ? അതെ,
ഉമേഷ് ഉമേഷ് എവിടെ വീട്? വീട് അതിനകത്താന്നോ? അല്ല, ഹരിപ്പാടാ വീട്. ഹരിപ്പാട്. ബാത്റൂമില് ഞാൻ രാവിലെ പോയായിരുന്നു. അല്ല അതല്ല, ബാത്റൂമിലെ കാര്യം ഞാൻ ബിജുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാത്റൂമിലെ ടാപ്പ് പൊട്ടിക്കണം. ഞാൻ വന്ന് ശരിയാക്കി. വേണ്ട വേണ്ട അല്ല വേണ്ട, ഉമേഷ് ശരിയാ. അല്ല, അവന് പണി അറിയാം. പണിക്ക് കൊണ്ട് നടക്കുവാന്നോ? പണി പഠിപ്പിക്കാൻ? അല്ല, പിന്നെ അവരുടെ വീട്ടിലെ ഉച്ചക്കത്തെ ഒരു ഊണ് ലാഭിക്കാൻ കൊണ്ട് നടക്കുക ഇവനെ. അല്ല, ഉമേഷ് ചെയ്താ മതി. ഞാൻ ചെയ്തു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. വിളിക്കണം. ആ മുടുക്കുമ്പോ കയറി അങ്ങ് പോകാൻ വയ്യായിരുന്നു. എന്തെങ്കിലും തോന്നിയോ? എന്താ തോന്നുന്നു? രാധികച്ചിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയോ? എന്താ തോന്നാൻ? എനിക്ക് തോന്നി. എന്താ? കൊളുത്ത് വീണിട്ടുണ്ട് മോനെ. മര്യാദക്ക് പണിയടാ. ഉണ്ടെന്ന് പണിയടാ പോയി. സത്യമായിട്ട് ഉണ്ടെന്ന്. നീ ആവശ്യമില്ല, എന്നെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവന്നു ഇവിടെ. ഞാൻ മനസ്സിൽ തോന്നിയ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ട വിട്ടേക്കപ്പ. എനിക്ക് പെണ്ണുങ്ങൾ വേണ്ട, എനിക്ക് കല്യാണം കഴിക്കണ്ട. ആവശ്യമില്ലാത്ത കാര്യം പറയല്ലോ. ഇഷ്ടമല്ലയോ? പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ ചുമ്മാ എരികയറ്റില്ല കേട്ടോ. ഞാൻ നേരത്തെ പറയാം. ഒരു കാര്യം ചെയ്യ്, ഈ പൈപ്പ് ഒരടിക്ക് മുറിക്കുക. മനുഷ്യൻ ഒരു ഉപകാരം ചെയ്യട്ടെന്ന് പറഞ്ഞപ്പോ ഒരടിക്ക് മുറിക്കാനാണ് പറഞ്ഞത്. പിന്നെ എടാ പൊട്ട, ഒരടി അളവില് ഈ പൈപ്പ് മുറിക്കാനാ പറഞ്ഞത്, തല്ലി പൊട്ടിക്കാനല്ല പറഞ്ഞത്. അതാണ് പറഞ്ഞത്. അതാണ് കറക്റ്റ് പറയണ്ടേ. മുറിക്കാതെ ഭയങ്കര കോൺട്രാക്ടറാണ് ഞാൻ. കുഞ്ചാക്കോനെ പ്ലംബിംഗ് പണിക്ക് കൊണ്ടുവന്നേക്കുന്നു. കുഞ്ചാക്കോ വാരി വായിച്ചു കഴിഞ്ഞോ? ഞാൻ കാണിച്ചാലും മുറിക്കുന്നത്. ഇതിന് പിടിക്കണം. ഇതിന് പിടിച്ചിട്ട് ഇങ്ങനെ മുറിക്കണം. ഇതിന് ശബ്ദം കേൾക്കുന്നത്. ഇത്ര നിങ്ങളത് മുറിച്ച് ഇങ്ങനെ കണ്ടോ? അടിപൊളി. ഈ ചെറിയ പീസ് ഞാൻ വീട്ടിൽ കൊണ്ടുപോവേ. എന്തിനാ? അല്ല, എന്റെ അടുക്കള മൊത്തം വെള്ളത്തിലാ. നീ അന്ന് അറബിക്കടലാണ് എന്റെ അടുക്കള ഇരിക്കുന്നത്. അതല്ല, നീ മഴ പെയ്യുമ്പോഴേ ഈ അടുക്കള കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തോട്ട് വാനക്കെട്ട് ഇത് വെക്കാൻ. അത് ഈ പൈപ്പ് പിടിച്ചിട്ട് കാര്യമില്ല. പിന്നെ പൊട്ടി ഓട് മാറ്റണം അങ്ങോട്ട്. അങ്ങനെ ഉണ്ട്. ഒരു കാര്യം, ബെൻഡ് നീ പറ്റാനല്ല പറഞ്ഞേ. ആ ബെൻഡ് വളഞ്ഞത് എടുക്ക്. ഇതാന്ന് പണ്ട് പട്ടിയുടെ വാലയിലിട്ട കുഴല് വളഞ്ഞിരിക്കുന്നു. അത് ശരി. ഞാനൊരു ഇത്രയും പൈപ്പ് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ല. നിങ്ങളുടെ അപ്പൂപ്പന് കുത്തി നടക്കാൻ വടി ഉണ്ടാക്കുമോ? അല്ലേ, അപ്പൂപ്പന് കുത്തി നടക്കാനോ? പിന്നെ ഈ ടാപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയാ. സൊല്യൂഷൻ ഉണ്ടോടാ? പിന്നെ ഏത് പ്രശ്നത്തിന് സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അണ്ണ എന്നോട് പറയണേ. അതല്ലെന്ന്. പിന്നെ പശ എടുക്കാൻ. പശ ഇതിനകത്തുണ്ട്. അതിന്റെ വാ തുറക്കാനല്ല, ഇതിന്റെ വാ തുറക്കാനാ പറഞ്ഞത്. എന്താ കിട്ടിയാലും അണ്ണാക്കിലോട്ടൊക്കെ കേറ്റു അങ്ങോട്ട് തുറക്കാൻ നോക്കിയതാ. എടാ, ഇത് വലിയ പശയാ. ഇത് വായ പിടിച്ചാൽ നിന്റെ വായിൽ നിന്ന് ഒട്ടും മെഡിക്കൽ കോളേജ് കൊണ്ട് കീറണം ഈ വാ തുറക്കണമെങ്കിൽ. അത്രയ്ക്കും കടുപ്പമുള്ള പശയാ അത്. നീ പോ, ആവശ്യമില്ല. ഭയങ്കര ടൈറ്റാ സാധനം. അയ്യോ, എന്റെ തൊടയൊട്ടിടാ. തൊടയൊട്ടി. ഞാനിനി എങ്ങനെ ചട്ടിയിടും? എങ്ങനെ ഒരു മിനി എന്താ ചെയ്യണോ? അയ്യോ, പുകയില്ലേ. അടിപൊളി ശില്പം. ശോഭായാത്രയ്ക്ക് പോകാൻ നിൽക്കണോ ഞാൻ? ചെയ്യുന്നത് അണ്ണാ, രാധിക ചേച്ചി ഇങ്ങോട്ട് വന്ന് കണ്ടാ നാണക്കേടാവേ. ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തൊരു തടിമില്ലുണ്ട്, പോയി കീറിയാച്ചുമ്പ. ഊട്ടിയിലെ കുതിര. എന്റെ പൊന്നു ചേച്ചി ഒറ്റ മിനിറ്റ് നേരത്തെ വന്നായിരുന്നു. നല്ല കിടുക്കം കാഴ്ച കണ്ട് തല തെളിച്ചിരിക്കായിരുന്നു. എന്തായിരുന്നു ആ പുള്ളി? ഈ പശയെ ഞാൻ തുറന്നു കൊടുക്കാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു വേണ്ട, ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞ് ആശാൻ കളിച്ചതാ. ഇവിടെ വെച്ച് തുറന്ന് പശയെല്ലാം കൂടെ വീണ് മുട്ടൊട്ടി കൊണ്ട് പോയ പോക്കുണ്ടോ? ഒരാൾക്ക് ആപത്ത് വരുമ്പോഴാണ് ബിജു ഇങ്ങനെ ചിരിക്കുന്നത്? അല്ല, ഞങ്ങള് പണി സൈറ്റിലെ ആയിക്കോട്ടെ, ഒരാൾക്ക് ഒരു ആപത്ത് വരുമ്പോഴല്ലേ ബിജു ഇങ്ങനെ ചിരിക്കേണ്ടത്? അല്ല, ഞങ്ങള് നിന്നെ പണിക്ക് കൊണ്ടുവരുന്ന 10 പൈസ നിനക്ക് കിട്ടുന്ന കാര്യമല്ലേ? അതാണു. അപ്പൊ നീ ചിരിക്കരുതായിരുന്നു. ആയിക്കോട്ടെ, ശരിയാ. ഇത് നിനക്ക് മോന്താനുള്ള. ഇത് നിനക്ക്. ഇത് ഉമേഷ് വരുമ്പോ കൊടുത്തേക്കണേ. ഒന്നുകൂടെ എങ്ങനെയാ? ഇത് നിനക്ക് കൂച്ചാൻ. ഇത് ഉമേഷ് വരുമ്പോ കൊടുത്തേക്കണേ. ആയിക്കോട്ടെ, വരുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. പിടിക്കും, രണ്ടിനെയും പിടിക്കും. ഇത് ഉമേഷിന് കൊടുത്തേക്കണേ. ഇത് നിനക്ക് മോശം. ഉമേഷ് അങ്ങനെ പാസ്വേഡ് അങ്ങോട്ട് ബാക്ക് കൊടു. പന്ത് കിട്ടുമല്ലോ. ഇത് അടുപ്പിക്കാൻ പറ്റത്തില്ല. മുട്ടുമ്പോ നീറ് വേണം. എന്താ ചെയ്ത്?
അതെ ചായ കൊണ്ടുവച്ചേക്കുന്ന എടുത്ത് കൂച്ചാട്ട്. എനിക്ക് വേണ്ട ചായ ഒന്നും വേണ്ടടാ, പോകാൻ സ്പെഷ്യൽ ചായ വേണേ എടുത്ത് കൂടി. സ്പെഷ്യൽ ചായയോ? ആ എന്താ സ്പെഷ്യൽ? അത് എനിക്ക് തന്നപ്പം ഇത് നിനക്കുള്ളത്, ഇത് ഉമേഷിന് കൊടുക്കാൻ. എന്താ? എനിക്ക് ചായ തന്നപ്പോഴേ ഇത് നിനക്കുള്ളത്, ഉമേഷിന് കൊടുക്കണേ ഈ ചായ എന്ന്. വേണ്ടിരിക്കുന്നു സ്പെഷ്യൽ ചായ എടുത്തു. നിനക്ക് വയ്യായോ? നിനക്ക് തീരെ സുഖമില്ല, എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ കൊളുത്ത് വീണിട്ടുണ്ടെന്ന്. എന്താ കൊളുത്ത്? ഒരു കൊടുത്ത് മര്യാദ പണിയാണ്. ആ പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ചായ ചായ തോണ്ടിരിക്കുന്ന എടുത്ത് കൂടി. അതല്ല, ചായ കൊണ്ട് തന്നപ്പോഴേ ചായ കൊണ്ട് തന്നിട്ട് പോയി. കാര്യം ശരിയാ. ചായ കൊണ്ട് തന്നപ്പോഴേ നിനക്ക് എങ്ങനെ ചായ തരണമെന്ന് പറഞ്ഞേ? ഓഹോ, ഒന്നുകൂടെ കേക്കാൻ. അല്ല, അത് ഒന്ന് പറഞ്ഞതാ. ഇത് നിനക്കുള്ളത്, ഇത് ഉമേഷിന് കൊടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ എന്തുവാ? ഞാൻ പറഞ്ഞില്ലേ കൊളുത്ത് വീണിട്ടുണ്ടെന്ന്. വേണ്ടേ, മനസ്സ് വെച്ചാൽ പണി കഴിഞ്ഞ് വൈകിട്ട് പോകുമ്പോ കൂടെ കൊണ്ടുപോവാം. ടൂൾസ് ആണോ? ടൂൾസ് അല്ലെന്ന് രാധിയേച്ചിയെ ആന്ന്. പോ. ഇങ്ങനെ നോക്കേ, ഞാൻ വേണേ മാറി തരാൻ. സ്വർഗത്തിലെ കട്ടറുമ്പോ ആകുന്നില്ല. ഒട്ടി നോക്ക് വേണല്ലേ. ഞാൻ കിണറിന്റെ മോട്ടർ നോക്കിട്ട് വരാമേ. ഞാൻ മാത്രം പോവാണേ. പറഞ്ഞിരുന്നല്ലോ, സത്യം ഉണ്ടോ? രാധികേ ഇരുമയും ഒരു മനസ്സും ഈറനാമീരാവുകളും തഴുകിമയങ്ങും മധുരിമയിൽ നിൻ ഹൃദയശലഭം ഉണരുമോ? മതിവരുവോളം നുകരുമോ? എന്താണ് നേരത്തെ പറയാൻ ചെയ്തു? എന്താ കാണിക്കുവാ? അയ്യോ, ISI മുദ്ര ഉണ്ടോ നോക്കിയതാ. ISI മുദ്ര വേണ്ട, ചുണ്ടത്തിലായല്ലോ. എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു എന്റെ പൊന്നെണ്ണ, ഞാൻ മാറി തന്നിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. എന്താ? അകത്തോട്ട് എന്ന് ചോദിക്ക്. എന്താ ചോദിക്കാ? ഇഷ്ടമാണോ, കൂടെ വരുമോന്ന് ചോദിക്ക്. അങ്ങനെ പറ്റത്തില്ല, എല്ലാവരും വീട്ടിൽ വന്നിട്ട് ഇഷ്ടമാണെന്നൊക്കെ ചാടി കയറി ചോദിക്കും. വീട്ടിൽ പോകാനുള്ള അകത്ത് കയറാനുള്ള വകുപ്പുണ്ടാക്കിയാ പോരെ. എന്താ കുഴപ്പമില്ലാക്കിയത്? ഇച്ചിരി വെള്ളം കൊണ്ടുതരാൻ പറ. വെള്ളം വേണ്ട, ഒരു കുപ്പി വെള്ളം ഇട്ടിരിക്കില്ലേ, പിന്നെ എന്തിനാ കൊണ്ട് കൊടുക്കാൻ വന്നത്? ഇതോ? അതിനാണോ പരിഹാരമില്ലാത്ത? ചോദിക്കണം, ചോദ്യം അതിനോട്ട് വരും. ഉപ്പിടെ അടപ്പുറ സൗണ്ട് ആണ്. എന്തുവാ? ഓ, അപ്പൊ കയ്യിലുണ്ട് സാധനം. ഇറക്കാൻ മടിയായിട്ടാ. രാധു ഇതൊന്നും വിളിച്ചാൽ കേൾക്കത്തില്ല. അവരുടെ യഥാർത്ഥ പേരും. രാധികേ, എന്തോ? കുറച്ച് വെള്ളം തരുമോ കുടിക്കാൻ? ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല. മോട്ടർ കേടായിട്ട് എത്ര ദിവസമായി. അതിനല്ലേ നിങ്ങളെ വിളിച്ചത്? കുടിക്കാൻ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് നീ എന്തോടത്ത് കുടിക്കും? കുടിക്കുന്നത് എന്തോലും കുടിക്കാം, പക്ഷെ നമ്മൾ എങ്ങനെ അങ്ങോട്ട് കയറും? ഐഡിയ എന്തുവാ ഇത് കേട്ടോ? അതിട്ടോട്ട് ഞാൻ കയറി ചെല്ലാനോ? മഴ വരുന്നു, നനയാതിരിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് കേട്ടോ. ഈ പരോപകാരം ചെയ്യുന്ന, പ്രത്യേകിച്ച് വീട്ടുപണി ചെയ്യുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമാണ്. എന്നാ ഞാൻ കൊണ്ട് കൊടുക്കും. എന്തായിരുന്നു? മഴ വരുന്നതിന് നല്ല വെയില്. നല്ല വെയില്. അതിന്റെ വെയിലത്ത് ഇതിന്റെ നിഴലടിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ അമ്മൂമ്മ വന്ന് നിൽക്കുമായിരിക്കും. അമ്മൂമ്മ പേടിയാണോ? അപ്പൊ അമ്മൂമ്മ ഇഷ്ടമായിരിക്കും അല്ലയോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്താ പറ്റി? ഒന്നുമില്ല. അങ്ങനെ വാതർന്നങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അങ്ങനെ എന്നെ വായങ്ങട്ട് പണി ഏൽപ്പിച്ചിട്ട് രണ്ടു തോളും ചുമ്മാ ഇരിക്കട്ടെ. താങ്ക്സ്. ആ താങ്ക്സ് കേട്ടോ. എന്ത് താങ്ക് യു എന്ന് പറയേണ്ട കാര്യമേ ഉള്ളൂ. അവിടെ താങ്ക്സ് ഇത്ര നീട്ടേണ്ട കാര്യമുണ്ടോ? എന്റെ മനുഷ്യ, നിങ്ങൾ കോൾ അടിച്ചിരിക്കുക. പുകയുന്ന കണ്ട അടുപ്പ് പോയാ അതാ പറഞ്ഞത്. ഇപ്പോഴേ അടുക്കളയില് കഞ്ഞി വെച്ചോണ്ടിരിക്കുകയാണ്. ആ പുക കണ്ട അറിയാം, ചിമ്മിനി കൂടെ വരുന്നത്. അവിടെ ചെന്നിട്ട് പുറകെ കൂടെ ചെന്ന് ഇങ്ങനെ ഒരു പിടി ഒറ്റ ഉമ്മ ഐ ലവ് യു. ഒരു വീട് കയറി പെണ്ണിനെ കയറി കെട്ടിപ്പിടിക്കുക. അണ്ണാ എവിടെ പോയത്? ഇനി വീണ്ടും മണ്ഡലം കാണും കയറിയോ?
അതൊക്കെ ഇന്നലെ ഞാൻ ശരിയാക്കിയായിരുന്നു. പറക്ക് നമുക്ക് ഗോവയെ പഠിക്കാം. ഗോവയെ പഠിക്കാം. ഗോവയിലോ? ആ ഗോവയിൽ ഗോവയിലെ പണി വേണ്ടത് ഈ അളിയനെ വിളിച്ച് പറഞ്ഞു. അല്ല നമുക്ക് അവിടെ പോയി അവർ ചുമ്മാ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗോവ പോകാം. അവിടെ നിൽക്കാം. നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? ഗോവയിലേ വൃത്തികേട് കാണിക്കുന്നത് ബിജുവേ, ബിജുവേ, ഞാൻ മാത്രമല്ലെന്ന് അറിയത്തില്ലയോ? വൃത്തിയോട്ടം വന്ന് കാണിച്ചെന്തോന്നറിയോ? ഞാൻ അടുപ്പിൽ ഊതിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെ എന്തോ ദുരുദ്ദേശത്തിന് വന്നാ. വെറുതെ വിട്ടില്ല, മോന്തയ്ക്ക് നല്ലൊരു കുത്തു കൊടുത്തിട്ടുണ്ട്. എന്റെ ദൈവമേ, ഏത് പണി സ്ഥലത്ത് പോയാലും ഈ പുള്ളി ഇങ്ങനെയുള്ള നാശം എന്തൊരു കഷ്ടമാണ്. പണിയെല്ലാം കളയാനാണ്. കാണിച്ചത് ഞാൻ എന്തോ കാണിച്ചത്? ഇവൻ പറഞ്ഞു എന്നോട് നിങ്ങൾ സ്നേഹവും ഭയങ്കരമായിട്ട് ചായ എന്നൊക്കെ പറഞ്ഞാ കണ്ട. ഇത് ചേച്ചിയുടെ ഭാഗത്തുകൊണ്ട് കുറ്റം. എന്തുവാടാ? ചേച്ചി എന്തിനാ ഉമേഷ് എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ഒരു ടോണ്, പ്രത്യേകിച്ച് ഒരു ശൈലി, അങ്ങനെ ഇപ്പൊ ഞാനും തെറ്റിദ്ധരിച്ചു ഉമേഷ് ഏട്ടന് ഇഷ്ടമായിരിക്കും എന്ന്. എടാ, അത് നീ ഉദ്ദേശിച്ച ഇഷ്ടമല്ല. പിന്നെ? പണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയൊരു ആങ്ങളയുണ്ട്, അതേ മോഹച്ചാതെ ഇയാൾക്ക്. ആ ഒരു ഇഷ്ടത്തിലാണ് ഞാൻ ഇയാൾക്ക് ചായ ഒക്കെ കൊടുത്തത്. ഇറങ്ങിപ്പോയല്ലേ തൊള്ളി വെച്ച് കുത്തി ഇറങ്ങിയായിരിക്കും നിങ്ങൾ. അമ്മ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. എന്തുവാ? നമുക്ക് എല്ലാവർക്കും ഓരോ ജന്മ ഉദ്ദേശങ്ങളുണ്ട്. എന്ത്? അണ്ണൻ ജനിച്ചപ്പോ തന്നെ അണ്ണനുള്ളത് എവിടെയെങ്കിലും ജനിച്ചു കാണും. ഉദാഹരണം ഞാൻ പറയാം, കംസനെ കൊല്ലാൻ കൃഷ്ണൻ ജനിച്ചു, രാവണനെ കൊല്ലാൻ രാമൻ ജനിച്ചു. അങ്ങനെ ജന്മ ഉദ്ദേശങ്ങളുണ്ട് എല്ലാവർക്കും. എന്നെ കൊല്ലാനാന്നോടാ മുട്ടിഞ്ഞ കാല നീ ജനിച്ചത്. ചിലപ്പോ മിക്കവാറും